ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വഖഫ് എന്ന ഊതി വീർപ്പിച്ച ബലൂണ് ഉപ്പെറിഞ്ഞു പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ്. ആരോടൊക്കെ എന്തൊക്കെ ഉഡായിപ്പ് കളിച്ചാലും ശരി, അതിനേക്കാൾ വലിയ ഉഡായിപ്പിന്റെ ഉസ്താദുമാരെ ചൂണ്ടുവിരലിൽ നിർത്തിയ പാരമ്പര്യമുള്ള വ്യക്തിയാണ് ശ്രീ യോഗി ആദിത്യനാഥ്. അതുകൊണ്ട് ഒരു കള്ളക്കളിയും യോഗി ആദിത്യനാഥിനോട് നടക്കില്ല. ഇവിടെ വഖഫ് പിടിക്കാൻ വേണ്ടിയിട്ട് ചെണ്ട കൊട്ടി ഇറങ്ങി പുറപ്പെട്ടു. അത് UP ആണെന്ന് ഓർക്കണ്ടേ, യോഗിയാണ് ഭരിക്കുന്നത് എന്ന് ഓർക്കണ്ടേ. എതിരാളി എത്ര വലിയ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണെങ്കിലും ശരി, അധികാര കസേരയിൽ അമർന്നിരിക്കുന്ന ആളാണെങ്കിലും ശരി, ലോകത്തിന്റെ ഏതാണ്ട് പകുതി സമ്പത്ത് അതല്ലെങ്കിൽ മുഴുവൻ സമ്പത്തും കാൽപാദത്തിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, പദവി നോക്കാതെ, കൊടിയുടെ നിറം നോക്കാതെ, അണികളുടെ പോപ്പുലാരിറ്റിയും എണ്ണവും നോക്കാതെ നിയമം നടപ്പിലാക്കുക തന്നെ ചെയ്യും. ആ യോഗിയോട് വഖഫ് എന്ന ഉമ്പാക്കി കാണിച്ച് പേടിപ്പിക്കാൻ വേണ്ടി വന്നു. ഒരു ഉമ്മാക്കിയും ഒരു ഉമ്പാക്കിയും യോഗിയോട് ചെലവാകത്തില്ല. യോഗി നല്ല രൂപത്തിൽ ഒരു പണി അങ്ങോട്ട് കൊടുത്തു. വഖഫ് ബോർഡിന്റെ ഈ ഭൂമി കയ്യേറ്റമുണ്ടല്ലോ, ഇതൊന്ന് അവസാനിപ്പിക്കാൻ UP സർക്കാർ അങ്ങ് തീരുമാനിച്ചു. സംസ്ഥാനത്ത് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രത്യേകം ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചു. കാരണം അപ്പൊ ഇത് വഖഫിൻ്റെതാണ്, അത് വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് അധികാരികൾ വല്ലാതെ പ്രയാസപ്പെടണ്ട, അവർക്ക് കൂടി ഒരു എളുപ്പമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഇന്നതാണ് വഖഫിൻ്റെതെന്ന് അവർക്കും ഉറപ്പാകും, യോഗിക്കും ഉറപ്പാകും, അവിടെ താമസിക്കുന്ന ആളുകൾക്കും ഉറപ്പാകും. വസ്തുവകകളെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം, സർവേ നടത്തണം. എല്ലാ ജില്ലാ ഭരണകൂടങ്ങൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. നിർദ്ദേശപ്രകാരം സർവേ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജിലെ ചന്ദ്രശേഖർ ആസാദ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തങ്ങളുടേതാണ് എന്ന അവകാശവാദവുമായി വഖഫ് ബോർഡ് രംഗത്ത് വന്നു. ഇതിന് പിന്നാലെയാണ് സർവേ നടത്താൻ മുഖ്യമന്ത്രി ഉത്തരവിടുന്നത്. 1 മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അധികൃതർക്ക് യോഗി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി, ന്യൂനപക്ഷ കമ്മീഷൻ, ഷിയ സുന്നി വഖഫ് ബോർഡ്, റവന്യൂ വകുപ്പ് എന്നിവയ്ക്കൊക്കെ കത്തയച്ച് അറിയിക്കുകയും ചെയ്തു. അടുത്തിടെയായിട്ട് ക്ഷേത്രഭൂമികളിൽ ഉൾപ്പെടെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതിന് പുറമെ ഭൂമി ഇടപാടുകളിൽ വഖഫ് ബോർഡ് ചട്ടങ്ങൾ മറികടക്കുന്നതായിട്ടും വ്യക്തമായി. കാരണം ഈ രാജ്യത്തൊരു നിയമമുണ്ട്, അതുക്കും മേലെയാണ് ഞങ്ങളുടെ ശരീഅത്ത് നിയമം എന്ന തോതിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളെ മറികടന്ന് അവിടെയൊക്കെ ശരീഅത്ത് നിയമം പ്രാവർത്തികമാക്കുന്നതും യോഗിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് കൃത്യമായ രൂപത്തിൽ സർവേ നടക്കണമെന്നും ഒരു അന്വേഷണ ഉത്തരവ് പുറപ്പെടുവിച്ച് യോഗി സർക്കാർ എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തണം എന്നും ഉത്തരവിട്ടു. വഖഫിന്റെ അവകാശവാദം അധികരിച്ചപ്പോൾ ഇന്ത്യ മുഴുവനും വഖഫാണ് എന്ന അവകാശവാദമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇനിയും വഖഫ് ബോർഡ് വിചാരിച്ചു ഓരോന്നായിട്ട് പിടിച്ചെടുത്ത് വരുമ്പോഴേക്ക് നേരം ഇരുട്ടി വെളുക്കും, നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നമ്മൾ പോകും. 2047 മുമ്പായിട്ട് തന്നെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണ്ടേ, ഇന്ത്യയെ മതവൽക്കരിക്കണ്ടേ, അതിന് ദ്രുതഗതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇപ്പോ അയോധ്യയിലെ രാമജന്മഭൂമിയിലും അവകാശവാദവുമായി മുസ്ലിം ലീഗ് വന്നു. ബാബരി മസ്ജിദ് നിലനിന്നിരുന്നത് വഖഫ് ഭൂമിയിലാണ് എന്ന വിചിത്ര പ്രസ്താവനയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് നടത്തിയത്. സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് മാത്രമാണ് അംഗീകരിച്ചതെന്നും തങ്ങൾ സൂചിപ്പിച്ചു. വഖഫ് അധിനിവേശം വിവാദവും ചർച്ചയുമായ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ വിചിത്രമായ പരാമർശം വന്നിരിക്കുന്നത്. രാമജന്മഭൂമി വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അനുസരിച്ചതെന്നും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കം അംഗീകരിച്ചതും അതുകൊണ്ടാണെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. നിയമം അനുസരിക്കുമെങ്കിലും വഖഫ് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമികൾ വഖഫിൻ്റേത് തന്നെയാണ് എന്ന നിലപാടിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
മുനമ്പം ഭൂമിയും വഖഫിൻ്റെതാണ് എന്ന പ്രസ്താവനയുമായി KM ഷാജിയും ET മുഹമ്മദ് ബഷീറും രംഗത്ത് വന്നതിൻ്റെ പിന്നാലെയായിരുന്നു സാദിഖ് തങ്ങളുടെ ഈ പ്രഖ്യാപനവും. നിരവധി ഭൂമികളിലും 250ഓളം സംരക്ഷിത സ്മാരകങ്ങളിലും വഖഫ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് രാമജന്മഭൂമിയുടെ അവകാശവാദം. കോൺഗ്രസ് ഈ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയുടെ പ്രതിഫലനമാണ് ശരിക്കും പറഞ്ഞാൽ വഖഫ്. ഏത് ഭൂമിയും വഖഫിന് സ്വന്തമാക്കാവുന്ന രൂപത്തിൽ നിയമമുണ്ടാക്കി കൊടുക്കുകയും ഓരോ വർഷവും അത് ഭേദഗതി ചെയ്ത് അവർക്ക് വിശാലമായ സൗകര്യങ്ങളും അവകാശവാദം ഉന്നയിക്കാനുള്ള ആനുകൂല്യങ്ങളും ഭേദഗതി ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ മറ്റൊരു വേർഷനാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയാണ് എന്ന് BSP നേതാവ് മായാവതിയും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗവും ദളിതരാണെന്നും പറഞ്ഞു വെച്ചു. അവരിൽ പലരും ദുർബല വിഭാഗത്തിൽപ്പെട്ടവരാണ്. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. കാരണം കോൺഗ്രസിന്റെ അക്കാലത്തെ പിഴവുകളാണ് ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നതെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവർ മൗനികളായി കൂടുതൽ പീഡനങ്ങൾ അവർക്ക് ഏൽപ്പിക്കുകയാണെന്ന് മായാവതി പറഞ്ഞു. അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ വലിയ തോതിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും ഇരയാകുകയാണ്. അവരിൽ ഭൂരിഭാഗവും ദളിതരും ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ളവരുമാണ്. കോൺഗ്രസ് പാർട്ടി നിശബ്ദരായിരുന്നു. കോൺഗ്രസ് പാർട്ടി ഇതുവരെ നിശബ്ദത പാലിക്കുകയും മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി മാത്രം ഇപ്പോൾ സംബാൽ മണിപ്പൂർ എന്ന് നിലവിളിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റണം. അങ്ങനെ ചൂഷണത്തിന് ഇരയാകുന്ന ദളിത് വിഭാഗക്കാർ കഷ്ടപ്പെടേണ്ടതില്ല. അല്ലെങ്കിൽ അവരെ അവിടെയുള്ള സർക്കാരുമായി സംസാരിച്ച് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരണം. കോൺഗ്രസിന്റെ തെറ്റ് കാരണം ഒരു തെറ്റും ചെയ്യാത്ത നിസ്സഹായരായ ഇവരെന്തിന് നഷ്ടം അനുഭവിക്കുന്നു എന്നാണ് മായാവതി ചോദിച്ചത്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും അവർ പറഞ്ഞു വെച്ചു. ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസും SP-യും പൊതുക്ഷേമത്തെക്കാൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് മായാവതി ആരോപിച്ചു. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും രാജ്യത്തെ ബാധിക്കുന്ന നിർണായകമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് സംഭാലിലെ അക്രമങ്ങൾ ഉപയോഗിക്കുന്നത് എന്നും അവർ ആരോപിച്ചു. കേരളം ഭരിക്കുന്നത് പിണറായി ആയതുകൊണ്ട് എന്തും നടക്കും. ഇതുവരെ ഇരകൾ കടന്ന് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നുണ്ട്. അനങ്ങിയോ? കോഴിക്കോട് MMLE റോഡില് 10 വ്യവസായികൾക്കാണ് നോട്ടീസ് കൊടുത്തത്. അവരും കിടന്ന് നിലവിളിക്കുന്നുണ്ട്. അനങ്ങിയോ? മുനമ്പമായിരുന്നാലും ഫറൂഖ് കോളേജ് ആയിരുന്നാലും അനങ്ങുന്നില്ല. പക്ഷേ അതുപോലെ ഒരു ഭരണാധികാരിയല്ല യോഗി. അതുകൊണ്ട് വഖഫിന്റെ സകലവിധ ഇളക്കവും അങ്ങ് തീർത്ത് വിട്ടുകഴിഞ്ഞു യോഗി. അങ്ങനെ വഖഫ് UP-യിൽ നനഞ്ഞ പടക്കമായി മാറുന്നു.